സൗഖ്യത്തിനുള്ള ഏറ്റവും മഹത്തരവും അത്ഭുതകരവുമായ ഔഷധമാണ് സ്നേഹം. നമ്മെ തന്നെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്വയം പ്രണയിച്ചിട്ടുണ്ടോ? നാം ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നുള്ളത് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് സെൽഫ് ലവ്? ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്ന രണ്ടാമത്തെ ഏറ്റവും ശക്തിയുള്ള മാർഗമാണ് സെൽഫ് ലവ് അഥവാ നിങ്ങളോട് തന്നെയുള്ള സ്നേഹം. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്താണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. നമ്മെ നമ്മളായി തന്നെ സ്വയം അംഗീകരിക്കുന്നത്, സ്നേഹത്തോടും ദയവും കൂടി സ്വയം കരുതുന്നത്, സ്വന്തം ഭൗതിക, വൈകാരിക, ആത്മീക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, ഇതെല്ലാം സെൽഫ് ലവിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത് ഞാൻ അത്ര പോരാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ എല്ലാവരും അവഗണിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ആത്മവിശ്വാസമില്ലാത്ത വാക്കുകളാണ് കൂടുതൽ പേരും തങ്ങളെക്കുറിച്ച് തന്നെ പറയാറുള്ളത്. എവിടെ വെച്ചാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് കണ്ണടച്ച് സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തു നോക്കുക. മിക്കവരുടെയും ബാല്യകാലം അത്ര പോസിറ്റീവായിരിക്കില്ല. അതിൽ മാതാപിതാക്കളെ, അധ്യാപകരെയോ പഴിക്കേണ്ടതില്ല. കാരണം അവർ പോസിറ്റീവാണെന്ന് കരുതി ചെയ്തതെല്ലാം നമ്മെ പല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. നമ്മെ നേർവഴിക്ക് നയിക്കാൻ അവർ ശ്രമിച്ചതെല്ലാം നെഗറ്റീവായി നമ്മെ ബാധിച്ചിട്ടുമുണ്ടാകും. അവരുടെ കുറ്റപ്പെടുത്തലുകളും ഉപദേശങ്ങളും ശിക്ഷകളുമൊക്കെ ഞാൻ പോരാ എന്ന അവസ്ഥയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിച്ചത്. പിന്നീട് ജീവിതത്തിലുണ്ടായ പല തിക്താനുഭവങ്ങളും ആ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു. പതിയെ ടെൻഷനും സ്ട്രെസ്സും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. എന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല. വളരെ മനോഹരമായ രത്നത്തിന് പുറത്ത് പായൽ പിടിച്ച് തിളക്കം നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. ആ തിളക്കം വീണ്ടെടുക്കാനുള്ള ഏക മാർഗമാണ് സെൽഫ് ലവ്. ആഴത്തിൽ സ്വയം സ്നേഹിക്കാനുള്ള വളരെ എളുപ്പവും എന്നാൽ ഫലപ്രദവുമായ മാർഗമാണ് സെൽഫ് ലവ്. വളരെ സ്പെഷ്യലായ വ്യക്തിയാണ് താനെന്ന് എൻ്റെ സുഹൃത്തിന് എപ്പോഴെങ്കിലും സ്വയം തോന്നിയിട്ടുണ്ടോ? എന്നാൽ മനസ്സിലാക്കുക, അതിവിശിഷ്ടമായ വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയുമില്ല. നിങ്ങൾ ചുറ്റുമുള്ള എല്ലാവരുടെയും സ്നേഹത്തിന് അർഹനായ വ്യക്തിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത്. അത് മറ്റാരുടേതുമല്ല, നിങ്ങളുടേത് തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമോ? സെൽഫ് ലവ് എന്നത് നിങ്ങളോട് തന്നെ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമ്മെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റി നല്ലൊരു ജീവിതം ജീവിക്കുക എന്നതാണ്. ഇനി സ്വയം സ്നേഹത്തിലേക്കുള്ള 17 വഴികൾ ഞാനിവിടെ പറയാം. രാവിലെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യം സ്വയം പറഞ്ഞുകൊണ്ട് ദിവസം തുടങ്ങണം. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം അത്. നിങ്ങളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം നിങ്ങൾക്ക് ചുറ്റും. നിങ്ങൾ എത്ര മിടുക്കരാണെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ശീലമാക്കുക. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കളയുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാൻ അവർ അർഹിക്കുന്നില്ല. നിങ്ങളുടെ നേട്ടങ്ങൾ അത് എത്ര ചെറുതോ വലുതോ ആകട്ടെ, അവ ആഘോഷിക്കുക. നിങ്ങളുടെ നേട്ടങ്ങളിൽ സ്വയം അഭിമാനിക്കുക. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിൽ അഭിമാനിക്കുക. അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. നിങ്ങളുടെ പാഷനെ പിന്തുടരുക. നിങ്ങളുടെ ഏറ്റവും ആവേശം നിറയ്ക്കുന്നതും അതേസമയം നിങ്ങളെ ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. പൂർണ്ണ ക്ഷമയോടെ ഇരിക്കുക. നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് സെൽഫ് ലെവൽ മാസ്റ്ററാകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിലെ കഠിനമായ നിമിഷങ്ങളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ സ്വയം ദയ കാണിക്കുകയും സ്വയം പിന്തുണയ്ക്കുകയും ചെയ്യുക. ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അവബോധം ഉണ്ടായിരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു വിമർശകൻ അല്ലെങ്കിൽ വിമർശക നമ്മെ സുരക്ഷിതമാക്കി വയ്ക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായി ജീവിക്കുന്നതിൽ നിന്ന് ഇത് നമ്മെ തടയുകയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. അതായത് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ നാം അവരോടും അങ്ങനെ തന്നെ പെരുമാറുക. എന്നാൽ എല്ലാവരും അത് തിരിച്ചു നൽകണമെന്നില്ല. പക്ഷേ അത് നിങ്ങളുടെ കുഴപ്പമല്ല, അവരുടെ പ്രശ്നമാണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കുക. നോ പറയുന്നത് കൊണ്ട് നിങ്ങളൊരു മോശം വ്യക്തിയാകുന്നില്ല, പകരം സ്മാർട്ടായ വ്യക്തിയാവുകയാണ്. നിങ്ങളോട് തന്നെ സ്വയം പുറത്തു കൊടുക്കുക. കുറ്റബോധം തോന്നുന്ന, നാണക്കേട് തോന്നുന്ന അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അതെല്ലാം മാറ്റിക്കളയുക.
കാരണം സംഭവിച്ചു പോയ കാര്യങ്ങളെ തിരുത്താൻ നമുക്കാകില്ല. എന്നാൽ നമ്മുടെ ഭാവിയെ തിരുത്താൻ തീർച്ചയായും നമുക്കാകും. പഴയ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നേറാം. എത്ര ശ്രമിച്ചിട്ടും നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? അവയെല്ലാം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ആ പേപ്പർ ചെറുതായി കീറി കത്തിക്കുക. നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഉദാഹരണത്തിന്, വീടിൻ്റെ മട്ടുപ്പാവിൽ ചായ കുടിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കാം. ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാം. സംഗീതം, പെയിൻറ്റിങ്, എഴുത്ത് തുടങ്ങിയ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഉള്ളിൽ സന്തോഷവും ആത്മവിശ്വാസവും നിറയ്ക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ, അവരെ കരുതുന്നത് പോലെ നിങ്ങളെയും സ്വയം കരുതുക. എഴുന്നേൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. സ്നേഹം ആവശ്യമാണോ എങ്കിൽ സ്വയം അംഗീകരിക്കുക. ബഹുമാനം ആവശ്യമാണോ എങ്കിൽ സ്വന്തം മൂല്യം കാണുക. ഇത് സിസ്റ്റർ BK ശിവാനിയുടെ വാക്കുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. സിസ്റ്റർ BK ശിവാനി എഴുതിയ ബീയിങ് ലവ്, സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ എഴുതിയ മനോഹരമായൊരു പുസ്തകമാണ്. തീർച്ചയായും നിങ്ങളിത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇത് തീർച്ചയായും അപ്ലൈ ചെയ്ത് വരിക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ.